back to my YouTube channel. Okay, actually ഞാൻ ഇന്നത് ഇപ്പൊ മുടി ഇങ്ങനെയൊക്കെ കെട്ടിയേക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് ആക്ച്വലി ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മുടിയുടെ ടെക്സ്ചർ ഇപ്പം എല്ലാ വീഡിയോയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. ആക്ച്വലി എന്റെ മുടി സ്ട്രെയിറ്റ് അല്ല, കേളാണ്. അപ്പൊ ഞാൻ എന്റെ മുടി കുറച്ചും കൂടെ കേളാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി പ്രോഡക്റ്റ് എന്താന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതാണ് പ്രോഡക്റ്റ്. ഇത് ജോൺ ഫ്രീഡയുടെ തന്നെ, ജോൺ ഫ്രീഡ കമ്പനിയുടെ ആണോ. ജോൺ ഫ്രീഡ കമ്പനിയുടെ ഷാമ്പു ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. ഇതെല്ലാം കേൾസിന് മാത്രം, കേളി ഹെയർസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഷാമ്പു, കണ്ടീഷണർ, പിന്നെ അവരുടെ സ്റ്റൈലിംഗ് ക്രീം ഉണ്ട്, പിന്നെ വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, സ്റ്റൈൽ ചെയ്ത് വെച്ചേക്കുന്ന ഡെയിലി സ്റ്റൈലിംഗ് സ്പ്രേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് കേൾ റിവൈവർ മൂസ്, പിന്നെ ഒരു സിറം. ഇത്രയാണ് ഇവർക്കുള്ളത്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് നല്ല കേൾസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ പല വീഡിയോസിലും പല പ്രോഡക്റ്റും കാണും. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നല്ല, ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ മുടി ഒന്ന് കേളായിട്ട് തന്നെ വെക്കാനായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ആക്ച്വലി കേളപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അവരുടെ പ്രോഡക്റ്റ് ആക്ച്വലി റിയലി ഗുഡാണ് കേട്ടോ, നല്ലതാണ്. പക്ഷെ നമുക്ക് അവർ ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യില്ല, കേരളത്തിലേക്ക് ഒരു ഷിപ്പ് ചെയ്യില്ല. അതാണ് എനിക്ക് പറ്റിയൊരു പ്രശ്നം. നാട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് മേടിക്കാന്നൊക്കെ വിചാരിക്കുകയാണ്. അതുവരെ തൽക്കാലം ഇത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഷാമ്പൂവും ഇതിന്റെ ഈ ജോൺ ഫ്രീയുടെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഓൾറെഡി ഇത് വെറ്റ് ഹെയറിലാണ് നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റിലെ വർക്ക് ആവുള്ളൂ. സോ മുടി ഒന്ന് വെറ്റാക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഒരു മൈക്രോഫൈബർ ടവല് വെച്ചിട്ട് ഒന്ന് മൊത്തം കവർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളിപ്പം നോർമലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു തോർത്തോ ടവലോ ഇതിൽ വെച്ചിട്ട് നല്ല പോലെ നമ്മുടെ മുടി ഇട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോർത്തില്ലേ. ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കൂടും, നമ്മുടെ മുടിക്കകത്ത് ഫ്രിക്ഷൻ കൂടിയിട്ട് അത് മുടിക്ക് ഭയങ്കരമായിട്ട് കേട് വരുത്താനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൈക്രോഫൈബർ ടവൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം പിടിക്കും. വെള്ളം എല്ലാം പിടിച്ചിട്ട് മൊത്തം നല്ലപോലെ ഭയങ്കരമായിട്ട് ഉണങ്ങത്തൊന്നുമില്ല, പക്ഷെ ഉള്ള വെള്ളം ഇത് നല്ല രീതിയിൽ പിടിക്കും. ഇതിപ്പോൾ ഞാൻ കെട്ടി വെച്ചിട്ടൊരു 2-3 മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ തൊടുമ്പോൾ അറിയാം മൊത്തം വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കറിയില്ല ഇത് നാട്ടിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. നാട്ടിലിപ്പോൾ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ആ കേളപ്പ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ജോൺ ഫ്രീഡ കമ്പനി ആക്ച്വലി ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക് ആണ് ഇത് കൂടുതലായിട്ടുള്ളത് കേട്ടോ. മേ ബി ചിലപ്പോൾ അവരുടെ ഫ്രാഞ്ചൈസ് അവിടെ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു ഷാമ്പൂ, കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുടി ഒന്ന് അയക്കാം. ഈ വെറ്റ് ഹെയറിലാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ മുടി ആക്ച്വലി വെള്ളം കുറേ, എൻ്റെ മുടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി കേളാണ് കേട്ടോ, കേളി ഹെയർ ആണ്. പക്ഷേ ഞാനിപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് മുടി ഫുള്ള് പിന്നി ഇട്ടത് കൊണ്ടാണ് തോന്നുന്നു മുടി ഇപ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് ടെക്സ്ചർ ഇരിക്കുന്നത്. ഇപ്പോഴല്ല, ഇപ്പം കുളിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ കേളാവും. ഈ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ എൻ്റെ മുടി കേളായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ കേള് പോകും, അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ കേള് പോകാതിരിക്കാൻ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റിലേക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 2 സൈഡിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 2 സൈഡിൽ തന്നെ നമ്മൾ 4 ഇതാക്കി മാറ്റണം കേട്ടോ. ആദ്യം നമുക്ക് ഈ പോർഷൻ എടുക്കാം. ഒരിക്കലും നമ്മൾ ഈ റൂട്ടിലോട്ടൊന്നും കൊടുക്കാതിരിക്കുക. എന്ത് പ്രൊഡക്റ്റ് ആയാലും റൂട്ടിലോട്ടൊന്നും കൊടുക്കണ്ട. മാക്സിമം മുടിക്കകത്ത് മാത്രമേ ഇതൊക്കെ പുരട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കണം എൻ്റെ മുടി. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ജോൺ ഫ്രീഡയുടെ ഇതാണ്. അതിൻ്റെ ഷാമ്പു വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് എൻ്റെ കണ്ടീഷണറാണ്. ഓക്കെ,
ഇനി അടുത്ത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെയിറ്റ് ഫിക്സേഷൻ സ്റ്റൈലിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. നല്ലൊരു മണമാണ് കേട്ടോ ഇത്, നല്ല മണമാണ്. ഞാനത് ഇത്ര എടുത്തിട്ടുണ്ട്. മുടിയിലേക്ക് ഇത് വരട്ടാം. ചെയ്യാം. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വെച്ച് ചെയ്യുന്നുള്ളൂ. ഭയങ്കര കേളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുരുകുറായിരിക്കില്ലേ. സോ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്യണം. കാണുന്നുണ്ടോ? അത്യാവശ്യം ലെങ്തായിട്ടോ എൻ്റെ മുടി പെട്ടെന്ന് ആട്ടി വെച്ചിട്ട് അത്ര വളരുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഇവിടുത്തെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയോ ക്ലൈമറ്റിൻ്റെയോ ഒക്കെ കൊണ്ടായിരിക്കും അതിൻ്റെ മുടി വളർന്നു. ഈ സൈഡ് ഞാനിപ്പം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ സൈഡ് ചെയ്യാം. ഈ സൈഡും അതേപോലെ തന്നെ രണ്ടാക്കി മാറ്റാം. നമ്മുടെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തോരം മാറ്റം തോന്നുന്നുണ്ടല്ലേ, എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയുണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ലുക്സ് നൈസ്. പണ്ട് നാട്ടിൽ എനിക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നേ, റെമോ. കാരണം അന്ന് എനിക്ക് ഇത്ര മുടിയില്ല, കുറച്ചുകൂടെ മുടി കുറവായിരുന്നേ. ആ സമയത്ത് ഇങ്ങനെ എൻ്റെ മുടി ഇത്രയും കേളായിട്ട് കിടക്കുന്നത് കൊണ്ട് പണ്ടത്തിലൂടെ നല്ല കേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയുള്ള ചേട്ടന്മാരെന്നെ വിളിക്കുമായിരുന്നു. ചേട്ടന്മാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും. ക്രീമൊക്കെ നന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂസ്. ഇത് കളർ വാനർ മൂസാണ്. ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫോമിൻ്റെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇത് നമ്മൾ കൊടുക്കാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, റൂട്ടിൽ കൊടുക്കരുത്. റൂട്ടിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. മുടി വളരെയല്ലേ, ചിലപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ അതിന് സ്യൂട്ട് ആവത്തില്ല. സോ എപ്പോഴും നമ്മൾ നമ്മുടെ മുടിക്കകത്തെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. മണമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മണമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇനി നമുക്ക് ഫൈനലി ഇവരുടെ സിറം യൂസ് ചെയ്യാം കേട്ടോ. സിറം ഞാൻ പൊട്ടിച്ചിട്ടില്ല. നമുക്കിത് കേട്ടോ സിറമൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ ഹെയറിൽ. ഒന്നാമത് ഇത് ആക്ച്വലി വേറൊരു കാര്യം കൂടെ പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് ആ രാജ്യത്തിന് സ്യൂട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റിയും അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചിലപ്പം ആ പ്രൊഡക്റ്റിന് മാത്രമേ സ്യൂട്ട് ആവുള്ളൂ. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയർ അല്ലെങ്കിൽ സ്കിന്നൊക്കെ പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, നല്ല പ്രോഡക്ട്സ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ,
അത് ഞാൻ ആക്ച്വലി ഞാനിത് വളരെ റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ അറിയുന്നത് അങ്ങനെ വേണം ചെയ്യാനെന്നുള്ളത്. ഇപ്പോൾ നാട്ടിലെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് വിചാരിച്ച അത്രയും എഫക്റ്റ് എടുത്തില്ല, അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ പ്രോഡക്റ്റ് കൊള്ളില്ലാണ്. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല, കൊള്ളായികയല്ല, നമുക്ക് ആ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ ടെമ്പറേച്ചറുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലോ ഒക്കെ സ്യൂട്ട് ആകുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് കുറച്ച് മാത്രം വർക്ക് ആവുന്നത്. ഓക്കെ, മാക്സിമം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയുണ്ട് തുറക്കുന്നത്? സിറം കുറച്ചെടുത്തിട്ട് മുടിയിലൊക്കെ കൊടുക്കട്ടോ. എൻ്റെ ഈ തുമ്പാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നത് കേട്ടോ. മുടിയുടെ തുമ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകാറുണ്ട്. എല്ലാം സഹായി എങ്ങുന്നില്ല. ഈ സിറം ആക്ച്വലി റിയലി ഗുഡ് ബിക്കോസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് പ്രൊഡക്ട്സ് അഗെയിൻസ്റ്റ് ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി, ഹൈഡ്രേറ്റ്സ് ആൻഡ് ആഡ്സ് ഷൈൻ. അതെനിക്ക് കാരണം ഞാൻ മുടിയുടെ ഈ മുകളിൽ ഞാൻ ആക്ച്വലി ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഞാൻ റൂട്ടിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. റൂട്ടിൽ ഞാൻ പ്രോഡക്റ്റ് കൊടുത്തിട്ടേ ഇല്ല. ഓൺലി ഞാൻ എൻ്റെ ഈ മുടിയുടെ ഇവിടെ മുതൽ മാത്രമേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ ഫുള്ളായിട്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, കേൾക്കാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉള്ള മുടി കൂടെ പോകും അങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അങ്ങോട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അതിനകത്ത് കോക്കനട്ട് ഓയിലൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും എനിക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതെങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആക്ച്വലി കേഴ്സ് ഡിഫൈൻഡ് ആവുന്നുണ്ട്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. ഡിഫൈൻഡ് വരുന്നുണ്ട്, കാണുന്നുണ്ടോ? കേട്ടോ, പക്ഷെ ആക്ച്വലി കേഴ്സ് ആയല്ലേ. ഇനി ഇവിടെ മുടിയിൽ ആക്ച്വലി വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇവൻ എങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം. വേറൊരു കഥയും കൂടെ ഞാൻ പറയാം. ഞാൻ ഇതിന് വരുന്നതിനൊക്കെ മുന്നേ കേട്ടോ, ഇതിന് കാനഡ വരുന്നതിന് മുന്നേ എനിക്ക് റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഗേൾസ് ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മുടി ഭയങ്കര നല്ല കേൾസാണ്, നല്ല ഡിഫൈൻഡ് ആണ് കേട്ടോ കേൾസ്. അപ്പോൾ അന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ മുടി കേളല്ലേ, അപ്പോൾ ഡിഫൈൻഡ് ആയിട്ട് കിടക്കാനായിട്ട് അവളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കേളപ്പാണ്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും, നിൻ്റെ മുടി കേളായി കിടക്കുന്നത് കാരണം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ ബുദ്ധി തോന്നിയില്ല. അന്ന് ഞാൻ എനിക്ക് വേണ്ട അത് യൂസ് ചെയ്യേണ്ട, അതെങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ലല്ലോ. ഭയങ്കര ജാടയൊക്കെ ഇട്ട് പറഞ്ഞ ആളാണ്. ഇപ്പം ഞാൻ കാനഡയിലെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എന്തല്ലേ എൻ്റെ ഒരു ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യം, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മൾ പേടിക്കുകയേ വേണ്ട. സൾഫേറ്റ് ഫ്രീയും പാരബൻ ഫ്രീയും സിലിക്കോൺ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പ്രോഡക്റ്റാണ് ആക്ച്വലി അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു കോഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുടിയുള്ള. കണ്ടോ? ഹലോ, അങ്ങനെ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് നോക്കി. ആക്ച്വലി നല്ല കേൾസ് ആയിട്ടോ, ഞാൻ വിചാരിച്ചിട്ട് നല്ല കേൾസ് ഉണ്ട്. സീ വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കേൾസ് ഒക്കെ കൂടുതലെടുത്ത് കാണിക്കാം. നല്ല ഡിഫൈൻഡ് ആയിട്ടോ കേൾസ് ഒക്കെ, കണ്ടോ? ഹൈ, മുന്തിരിക്കുല പോലെ നല്ല ഡിഫൈൻഡ് ആയി. ആക്ച്വലി പ്രോഡക്റ്റ് വർത്താണ് കേട്ടോ. ഇങ്ങനെ കിടക്കണമായിരുന്നു മുടി. ഇത് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ കിടക്കുമ്പോഴൊക്കെ ഇതേപോലെ നമ്മൾ പിന്നിട്ട് 2 സൈഡ് പിന്നിട്ടുണ്ട് കിടക്കുന്നത്. ഇനി നമ്മൾ പിന്നൊന്നും പാടില്ല. മുടി കേൾസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹെയർ മൊത്തം കവർ ചെയ്ത് വെക്കുന്ന, രാത്രി കിടക്കുമ്പോഴത്തേക്കും ഹെയർ കവർ ചെയ്ത് വെക്കുന്ന ഒരു തുണിയുണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട്, ഹെയർ ക്യാപ്പ്. അതൊക്കെ വെച്ചിട്ട് ഇനി ഞാൻ കിടക്കുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് കിടന്നാൽ മാത്രമേ കേൾസ് ഇങ്ങനെ നിൽക്കുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കേൾസ് പോകും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹെയർ ക്യാപ്പ്.
രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഈ ക്യാപ്പ് ഇതിനകത്ത് മൊത്തം നമ്മുടെ ഫുൾ മുടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ കേളാക്കിയ മുടി ഞാൻ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇത് ഫുള്ള് ഇട്ടിട്ട് വെച്ചും കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സാറ്റിൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ അധികം ഉണ്ടാവത്തില്ല. നമ്മുടെ ഇപ്പോൾ നോർമൽ പില്ലോ കവറൊക്കെ ആണെങ്കിൽ ആ തുണിയുടെ ഫ്രിക്ഷൻ കാരണം നമ്മുടെ മുടിക്ക് അത് കേടായിട്ട് വരും. സാറ്റിൻ ആകുമ്പോഴത്തേക്കും ആ പ്രശ്നം വരില്ല. അപ്പം ഇതും കൊണ്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ, നല്ലപോലെ കേൾസായി. വിചാരിച്ചത് നന്നായി കേൾസായി. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. കാനഡയിൽ ഇതിൻ്റെ വീഡിയോ കാണുന്നവർ കേളി ഹെയർ വേണ്ടവർ, കേളി ഹെയർ ആയിട്ടുള്ളവർക്ക് കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് ആഗ്രഹമുള്ളവർ പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.